സ്നേഹമുള്ളവരെ, ഈ കഴിഞ്ഞ ബുധനാഴ്ചയും വ്യാഴാഴ്ചയുമായി, അതായത് ഏപ്രിൽ 2-ാം തീയതിയും 3-ാം തീയതിയുമായി വെളുപ്പാങ്കാലം വരെയും പാർലമെൻറ്റിലെ ലോകസഭയിലും നിയമസഭയിലും വഖഫ് നിയമത്തെപ്പറ്റി ചർച്ച നടന്നു. ഈ ചർച്ചയിൽ കേരളത്തിലെ പ്രത്യേക നമ്പരമായിട്ടുള്ള മുൻപന്മാരുടെ വികാരം മനസ്സിലാക്കി KCBCയും CBCയെയും ചർച്ചയിൽ പങ്കെടുക്കുന്ന MP-മാർക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിരുന്നെങ്കിലും അതൊന്നും അവർ ചെവിക്കൊണ്ടില്ല എന്ന് നമുക്കറിയാം. ഇങ്ങനെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന സമയത്ത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കേരളത്തിലെ 2 മെത്രാന്മാരുടെ പേരുകൾ പ്രത്യേകം പരാമർശിച്ചു. ഒന്ന് ഇടുക്കി രൂപതയുടെ അധ്യക്ഷനായിരുന്ന അഭിമന്യ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവിൻ്റേതും, രണ്ടാമത് പാലാ രൂപതയുടെ അധ്യക്ഷനായ മാർ ജോർജ് കല്ലറങ്ങാട്ട് പിതാവിൻ്റെയും. ഈ 2 പേരുകൾ പ്രതിപാദിക്കാൻ കാരണം 2014 യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇടുക്കി രൂപതാ കേന്ദ്രം ആക്രമിക്കപ്പെട്ടതും പിന്നീട് കുറച്ചു കാലം കഴിയുമ്പോൾ PFIയുടെ നിർദ്ദേശപ്രകാരം പാലാ ബിഷപ്സ് ഹൗസ് ഉപരോധിക്കപ്പെട്ടതും സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു. ഇടുക്കി രൂപതാധ്യക്ഷൻ്റെ കാര്യാലയം ആക്രമിക്കപ്പെട്ടത് അദ്ദേഹം തൻ്റെ നാട്ടിലെ കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് നിലകൊണ്ടത് കൊണ്ടാണ്, അതിനുവേണ്ടി വ്യക്തമായിട്ടുള്ള നിലപാടെടുത്തത് കൊണ്ടാണ്. ഇനി പാലാ രൂപത മെത്രാസന മന്ദിരം ഉപരോധിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്തത് കൂടുതൽ സാമുദായികമായിട്ടുള്ള അർത്ഥത്തിൽ രൂപതയിലെ അല്ല കത്തോലിക്ക സഭയിലെ പെൺകുട്ടികളെ വലവീശി പിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ് സംഘങ്ങളെ പറ്റി സൂചിപ്പിച്ചുകൊണ്ടാണ്. ഇങ്ങനെ നല്ല ഇടയന്മാർ, ആടുകൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന നല്ല ഇടയന്മാർ യഥാസമയത്ത് ആടുകളുടെ കൂടെ നിൽക്കുകയും അതേസമയത്ത് തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുകയും അതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെട്ടാലും അതിൻ്റെ പേരിൽ എന്ത് പ്രതിസന്ധികളുണ്ടായാലും അതിനെ ത്രണവൽക്കരിക്കുകയും ചെയ്ത നല്ല ഇടയന്മാർ ഉണ്ടായിരുന്നു, ഇനി ഉണ്ടാവുകയും ചെയ്യും. കാരണം നമ്മുടെ ഇടയനായിട്ടുള്ള യേശു ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചവനാണ്. അവിടെ നമ്മളോട് പറയും എങ്ങനെയാണ് നല്ലൊരു ഇടയൻ ഉണ്ടാകേണ്ടത്. ഇടയൻ ആടുകൾക്ക് വാതിലായിരിക്കണം. സ്വർഗമാകുന്ന രക്ഷയിലേക്ക്, ഭൗതികതയിലെ സമൃദ്ധിയിലേക്കും ഒക്കെയുള്ള ആത്മീകവും ഭൗതികവുമായിട്ടുള്ള സമൃദ്ധിയിലേക്ക് നയിക്കുന്ന വാതിലുകളായിട്ട് ഇടയന്മാർ മാറണം. ഇടയൻ ആടുകളെ തിരിച്ചറിയണം, പേര് ചൊല്ലി വിളിക്കാൻ മാത്രം. ആടുകളുടെ ഇടയിലുള്ള നിസ്സംഗതയും ആടുകളുടെ ഇടയിലുള്ള ഒരിക്കലും പറ്റാത്തതായിട്ടുള്ള മുറിവുകളെയും ആടുകളുടെ ഒറ്റപ്പെടുന്ന വികാരങ്ങളെയും ആടുകളുടെ ദാരിദ്ര്യത്തെയും പട്ടിണിയെയും ആടുകളുടെ മാനസികവും ഭൗതികവുമായിട്ടുള്ള ദുഃഖങ്ങളെയും ദാരിദ്ര്യത്തെയും ഒക്കെ തിരിച്ചറിയാൻ മാത്രം കഴിവുള്ളവരായിരിക്കണം ഇടയൻ എന്നാണ് ഈശോ പറയുന്നത്. മാത്രവുമല്ല, ഈശോ നല്ല ഇടയനായത് ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചുകൊണ്ടാണ് അത്രേ. അവിടുന്ന് ഇങ്ങനെ താൻ തന്നെ ഒരു ഇടയനാണ് എന്ന് പറയുന്നത് പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നിട്ടാണ്. പഴയ നിയമത്തിലെ നേതാക്കന്മാർ ആദിമാതാപിതാക്കളുടെ മകനായിട്ടുള്ള ആബേൽ മുതൽ മോശ, ദാവീദ്, പൂർവ്വപിതാക്കന്മാർ പലരും അങ്ങനെ ധാരാളം പേര് ഇടയന്മാരായിരുന്നു. ഇടയന്മാരെ ദൈവം തിരഞ്ഞെടുക്കാൻ കാരണം ദൈവം എങ്ങനെ ഒരു ഇടയനാണ് എന്ന് ആടുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്നാപയോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഒരു കുഞ്ഞാടായിട്ടാണ്. ലോകത്തിൻ്റെ പാവകൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യേശു തന്നെ പറ്റി പറഞ്ഞത് ഇടയൻ എന്നുമാണ്. ഇത് നമുക്ക് കൂടുതൽ വ്യക്തമാക്കപ്പെടുന്നത് വെളിപാടിൻ്റെ പുസ്തകത്തിലാണ്. പഴയ നിയമത്തിൽ 23-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വാചകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സമൃദ്ധമായ പുൽത്തടികളിലേക്ക് അവിടെ നിന്ന് നയിക്കും, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്ന് മേയ്ക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാമത്തെ അധ്യായം 10-ാം വാക്യത്തിലൊക്കെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഇടയന്, അതായത് ദൈവം തന്നെ
ആട്ടിൻകുട്ടികളെ തിരഞ്ഞെടുക്കുകയും കൈകൊണ്ടെടുക്കുകയും മാറോട് ചേർത്ത് വയ്ക്കുകയും തള്ളയാടുകളെ മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇടയനായിട്ട് മാറുന്ന ദൈവത്തിൻ്റെ ചിത്രം അതാണ് വെളിപാട് പുസ്തകത്തിൽ വ്യക്തമാക്കപ്പെടുന്നത്. എന്നാൽ അർപ്പിക്കപ്പെടുന്ന കുഞ്ഞാടിൻ്റെ ചിത്രവും അതോടൊപ്പം തന്നെ. വെളിപാടിൻ്റെ പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകി വെളുപ്പിക്കപ്പെട്ട വസ്ത്രം ധരിച്ച ആടുകളെ പറ്റി പറയുന്നുണ്ട്. രക്തം കൊണ്ട് കഴുകുമ്പോൾ ചുമപ്പല്ലേ വരേണ്ടത്? അല്ല, പരിശുദ്ധിയുടെ നിറമായിട്ടുള്ള വെളുപ്പാണ്. പാപങ്ങൾ കഴുകിക്കളയുമ്പോൾ വെളുത്ത നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ചു. കുഞ്ഞാടിൻ്റെ വിവാഹത്തിന് സൽകൃത്യങ്ങൾ കൊണ്ട് വസ്ത്രം നെയ്യുന്നവരെ പറ്റി വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെയാകട്ടെ സിംഹാസനത്തിലിരിക്കുന്ന കുഞ്ഞാടിനാൽ നയിക്കപ്പെടുന്നവർ, അവർക്ക് വിശപ്പോ ദാഹമോ ഉണ്ടാവുകയില്ല, അവർക്ക് വെയിലോ ചൂടോ ഉണ്ടാവുകയില്ല. കുഞ്ഞാട് അവരെ ജീവജലത്തിലേക്ക് നയിക്കും. അവരുടെ കണ്ണിലെ കണ്ണുനീര് ദൈവം ഒപ്പിയെടുക്കും എന്നാണ് വെളിപാടിൻ്റെ പുസ്തകം 7:14 നമ്മൾ വായിക്കുന്നത്. ഒരേ സമയത്ത് കുഞ്ഞാട് അതോടൊപ്പം തന്നെ ഇടയനുമായിട്ട് മാറുന്ന യേശുവിൻ്റെ ഒരു ചിത്രം. അവൻ കുഞ്ഞാടായിട്ട് മാറിയത് എങ്ങനെയാണ്? ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും പാപങ്ങൾക്ക് പരിഹാരമാകാൻ വേണ്ടി. അവൻ ഇടയനായിട്ട് മാറിയത് എങ്ങനെയാണ്? ദൈവം തന്നെ ആയിരുന്നത് കൊണ്ട് ലോകത്തെ നയിക്കാൻ വേണ്ടി. ഇതേ ഉത്തരവാദിത്വം തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. ഒരേ സമയം ഇടയനായിരിക്കുക. നമ്മളായിരിക്കുന്ന കുടുംബത്തിലും നമ്മളായിരിക്കുന്ന സമൂഹത്തിലും നമ്മൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെ എല്ലാം മുൻപിൽ നമ്മൾ ഇടയനായിരിക്കണം. ദൈവത്തെ പോലെയുള്ള ഇടയൻ, കുഞ്ഞാടുകളെ അറിയുന്ന ഇടയൻ, പേര് ചൊല്ലി വിളിക്കുന്ന ഇടയൻ, അവരെ ഒരു തരത്തിലുള്ള ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാതെ വാതിൽക്കൽ കിടക്കുന്ന ഇടയൻ, ജീവനർപ്പിക്കുന്ന ഇടയനായിരിക്കണം. നമ്മുടെ മെത്രാന്മാരുടെയൊക്കെ കയ്യിലൊരു വടിയുണ്ട്. ആത്യന്തികമായിട്ട് ഇടയന്മാരാണ് മെത്രാന്മാർ. ഈ വടി ഏറെ ദൂരെ കുഞ്ഞാടുകളെ നയിച്ചുകൊണ്ട് പോകുമ്പോൾ മടുക്കുമ്പോൾ കുത്തിപ്പിടിക്കാൻ വേണ്ടി മാത്രമല്ല, ആടുകളെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളെ, വന്യമൃഗങ്ങളെ അടിച്ചോടിക്കുന്നതിനും അവർക്ക് വിശപ്പുണ്ടാകുമ്പോൾ മുകളിലുള്ള പച്ചപ്പുകൾ ഈ വടി കൊണ്ട് താഴ്ത്തി കുഞ്ഞാടുകളുടെ വിശപ്പ് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം കൊടുക്കുകയും അതോടൊപ്പം അവരുടെ വിശപ്പിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തരുമാകുന്ന ഇടയന്മാർ. ഒരേ സമയം ദൈവം വലിയ ഇടയനായതുകൊണ്ട് നമ്മൾ കുഞ്ഞാടുകളായിട്ട് മാറുകയും, എന്നാൽ ദൈവത്തിൽ നിന്ന് ഇടയദൗത്യം സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇടയന്മാരായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ഒരേ സമയം നല്ല കുഞ്ഞാടുകളായിരിക്കാനും അതോടൊപ്പം തന്നെ നല്ല ഇടയന്മാരായിരിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.